എഗ് ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി എന്നിങ്ങനെ തുടങ്ങുന്നു വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച പുതിയ ഉച്ചഭക്ഷണ മെനു. പക്ഷേ ഇതിനുള്ള തുക എവിടെയെന്ന ചോദ്യത്തിന് അധ്യാപകരെ ചൂണ്ടിക്കാട്ടി കൈയൊഴിയുകയാണ് മന്ത്രി. ചോറും സാമ്പാറും തോരനും അടങ്ങുന്നതാണ് പഴയ മെനു. ഇതനുസരിച്ച് ഭക്ഷണം നൽകാൻ പര്യാപ്തമായ തുക പോലും നൽകാത്ത സർക്കാരാണ് പുതിയ ഭക്ഷണ വിഭവങ്ങൾ നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് അധ്യാപക സംഘടനകൾ ഉയർത്തുന്ന വിമർശനം. 1 മുതൽ 4ാം ക്ലാസ് വരെ ഒരു കുട്ടിക്ക് ഒരു ദിവസം സർക്കാർ അനുവദിക്കുന്നത് 6 രൂപ 78 പൈസയാണ്. 5 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 10 രൂപ 17 പൈസയും. വിലക്കയറ്റം രൂക്ഷമായതോടെ അധ്യാപകർ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്താണ് മിക്ക സ്കൂളുകളിലും ഭക്ഷണ വിതരണം നടത്തുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച മെനു നമ്മൾ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നുണ്ട്. കാരണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉച്ചഭക്ഷണത്തിൽ വേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രയാസം വന്നത് സർക്കാർ പുതിയ മെനു പ്രഖ്യാപിച്ചെങ്കിലും അതിനനുസരിച്ച് ഇതിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യത്തിൻ്റെ കാര്യത്തിലോ യാതൊരു വർധനവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കോടതി പറയുമ്പോൾ തുക ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ മാസത്തെ ചെലവ് എത്രയും പെട്ടെന്ന് തന്നെ അനുവദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം പോലും കൃത്യമായി നൽകാൻ സർക്കാരിന് സാധിക്കുന്നില്ല. 3 മാസത്തോളം വേതനം വൈകിയിരുന്നു. പാചക തൊഴിലാളികളുടേതും കഴിഞ്ഞ വർഷം 3-4 മാസം പെൻഡിങ് ആയി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ തുക നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജൂൺ മാസത്തെ തുക ഇത്രയായിട്ടും അവർക്ക് കൊടുത്തിട്ടില്ല. പുതിയ കാലത്ത് പുത്തൻ ഭക്ഷണക്രമത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും തുകയുടെ കാര്യത്തിലും അതേ സമീപനം സർക്കാർ സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ബിരിയാണിയും ചിക്കനും വിഭവസമൃദ്ധമായ ഭക്ഷണവും നൽകണമെന്ന് അധ്യാപകർക്കും ലഭിക്കണമെന്ന് കുട്ടികൾക്കുമൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഉച്ചഭക്ഷണ പദ്ധതി അധ്യാപകർക്ക് ഒരു ബാധ്യതയായി മാറരുത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.